വാഴ 2 എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇവിടെ ഒരു ചർച്ച ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഴ 1നെക്കാട്ടിയും വാഴ 2 ഏറ്റവും മികച്ചെന്നുള്ളൊരു ഒപ്പീനിയൻ ഒരുപാട് പേര് ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ അങ്ങനെ കാണാൻ ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ഈ ഒരു കാര്യത്തിൽ പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാണ് ഞാൻ പറയുന്നത്. വാഴയാണോ വാഴ 2 ആണോ മികച്ചെന്നുള്ള സംശയത്തിന് എൻ്റെ ഒരു ഒപ്പീനിയൻ കണക്ക് എനിക്ക് പറയുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടും ബെസ്റ്റ് മൂവീസാണ്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ വാഴ 2 ആണെന്ന് പറയപ്പെടുന്ന സമയത്ത് എനിക്കതിനോട് ഒരു യോജിപ്പില്ല. കാരണം രണ്ടും മികച്ച പടങ്ങൾ തന്നെയാണ്. അപ്പോൾ രണ്ട് മികച്ച പടങ്ങളെന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു. അതായത് വാഴ എന്ന് പറഞ്ഞ ഒരു സിനിമ ആദ്യം ഇറങ്ങിയ സമയത്തുള്ള ക്രൗഡ് പുള്ളിങ്, അതിൻ്റെ ഒരു വിജയം, അതിൻ്റെ ഒരു കളക്ഷൻസും കാര്യങ്ങളും, പിന്നെ ആ സിനിമേനെ ജനങ്ങൾ ഏറ്റെടുത്ത് ഏത് രീതിക്കാണ് ആ സിനിമ വലിയൊരു ഹിറ്റായിട്ട് മാറുന്നുള്ള കാര്യങ്ങളും കൂടെ മാത്രമേ നമുക്ക് അത് ഒരു ബെസ്റ്റ് സിനിമയാണെന്ന് പറയാൻ വേണ്ടി. പിന്നെ വാഴ 2 എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഇപ്പോഴത്തെ തിയേറ്ററുകളിലേക്ക് വലിയ വിജയം നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഒരു മികച്ച വിജയം നേടിയൊരു സിനിമ തന്നെയാണ്. അപ്പോൾ ബെറ്റർ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. വാഴയും വാഴ 2 ഈക്വലായിട്ടുള്ള ഒരു സിനിമ എന്ന് ഞാൻ പറയും. പിന്നെ ചില ആൾക്കാർക്ക് ഫാൻ ബേസിൽ പറയും, ഇപ്പോൾ ഹാഷിറിനെ ആരാധിക്കുന്ന ആൾക്കാർ ഹാഷിറിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റോറിയാണ് ചിലപ്പം വാഴ 2 വാഴ 1നെക്കാട്ടി ചില വാഴ 2 ഹിറ്റാണെന്ന് പറഞ്ഞുണ്ടാക്കാനായിട്ട് അധികം സമയമൊന്നും അവർക്ക് വേണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാൻ ഫൈറ്റിൻ്റെ ഒരു കാര്യമായി നടക്കണമെന്നുള്ള കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തന്നെ വരും. ഇപ്പം ഒന്നിനെ താഴ്ത്തിയിട്ട് മറ്റൊന്ന് വരുന്ന രീതിക്കുള്ള കാര്യമാണ്. പക്ഷേ വാഴ യൂണിവേഴ്സിൽ നിന്ന് സംഭവിച്ച് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് പടങ്ങളും മികച്ച പടങ്ങൾ തന്നെ. അപ്പോൾ ഒന്ന് മറ്റൊന്നിനെ ബെറ്റർ ആണെന്നുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. ഇപ്പം വാഴ 1ലാണെങ്കിൽ ഒരുപാട് ഇമോഷൻസ്, ലവ്, ഫ്രണ്ട്ഷിപ്പ്, കോംബോ കാര്യങ്ങളൊക്കെ, പിന്നെ ഈ പഠിച്ചിട്ട് ഫെയിൽ ആവുന്ന കുട്ടികളുടെ ലൈഫ് എങ്ങനെ ഒരു സക്സസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, പിന്നെ നമ്മുടെ നെടുമങ്ങാട് അസീസിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പെർഫോമൻസ്, അതൊക്കെ കൊണ്ട് നോക്കാൻ പടം വേറെ ഇല്ല. പിന്നെ ഒരുപാട് മോട്ടിവേഷൻസ്, ഒരുപാട് തിങ്ക് ചെയ്യേണ്ട സീനും കാര്യങ്ങളൊക്കെ മികച്ചതാണ്. പിന്നെ വാഴ 2ലേക്ക് വരുമ്പോൾ ഇതിൽ നിന്ന് ഇതേ ഈക്വാലിറ്റിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ലവ് ആംഗിളും, അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബോണ്ടിങ്ങിൻ്റെ കഥയും കാര്യങ്ങളും, പിന്നെ ഹാഷിറും ഗ്യാങ്ങും ലീഡ് റോൾ വരുന്ന ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അവരുടെ ഒരു ഫ്യൂച്ചർ, അവരുടെ ഒരു ടാലൻ്റൊക്കെ മുന്നേറി പോകാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുന്നതായിരിക്കാം. അപ്പോൾ എനിക്ക് പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ വാഴയാണോ വാഴ 1 ഒരു മികച്ച പടത്തിന് എനിക്കൊരു ഓപ്ഷൻ പറയാൻ പറ്റില്ല. പക്ഷേ ബോത്ത് ആർ ഈക്വൽ മൂവി. രണ്ടും മികച്ച പടങ്ങളെന്ന് മാത്രമേ ഞാൻ പറയും. ഇത്രയുള്ളൂ എനിക്ക് പറയാനായിട്ട്.